പഴം നിറച്ചത് ഇഷ്ടമില്ലാത്തവരുണ്ടോ? ആരും തന്നെ ഉണ്ടാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഇവിടെ 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കാഷ്യൂസും മുന്തിരിയും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്ത് 1 കപ്പ് തേങ്ങ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കളറ് മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അതൊന്ന് തണുക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും കട്ട് ചെയ്ത് കളയരുത്. അതിനുശേഷം ഫില്ല് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന 3 പഴം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി അത് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ആ തേങ്ങയുടെ മിക്സിൻ്റെ മുകളിൽ മാത്രം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങയുടെ മിക്സ് ഒന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു കടായിൽ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 3 പഴവും വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയും പണിയുള്ളൂ പഴം നിറച്ചുണ്ടാക്കുക എന്നുള്ളത്. അടിപൊളി ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. കടയിലൊന്നും പോയി ഇനി ആരും വാങ്ങണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.